ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി ട്രംപും മസ്കും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വാർത്തകളാവുമ്പോഴും മസ്ക് ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞിരുന്നു, ഇനി ഇങ്ങനെയാണെങ്കിൽ ഞാനൊരു സ്വന്തം പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോഴും അത് എത്ര കണ്ട് യാഥാർത്ഥ്യമാകുമെന്ന സംശയം ചെറുതായിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മസ്കിൻ്റെ വൈൽഡ് ഐഡിയാസിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഇതാ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ട്രംപിന്റെ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബില്ലിനെതിരെ തന്റെ നിലപാടുമായി അമേരിക്ക പാർട്ടിയുമായാണ് രംഗത്തെത്തുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, പ്രതികരണങ്ങൾ? തീർച്ചയായിട്ടും ട്രംപ് മസ്ക് ആ ഒരു ബ്രൊമാൻസ് കഴിഞ്ഞ 6 മാസത്തിലധികം പല ട്വിസ്റ്റും കോണുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതൊരു പുതിയ ട്വിസ്റ്റിലേക്കാണ് ഇപ്പം മാറിയിരിക്കുന്നത്. ഇലക്ഷന് ട്രംപ് വിജയിക്കാനായിട്ട് ഒരു 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 വലിയൊരു കാരണമായിരുന്നു ഇലോൺ മസ്കിന്റെ സപ്പോർട്ട്, ഇലോൺ മസ്കിന്റെ മണി, ഇലോൺ മസ്കിന്റെ ഇൻഫ്ലുവൻസ് എന്നുള്ളത് നമ്മൾ നിഷ്പക്ഷം കണ്ട കാര്യമാണ്. എന്നാൽ അതിനുശേഷം ഗവൺമെന്റ് റൺ ചെയ്യാനായിട്ട് ഡോഡ്ജ് വന്നതിന് ശേഷം ഇലോൺ മസ്കിന്റെ പേര് തന്നെ വളരെയധികം മോശമായിരുന്നു, നെഗറ്റീവ് റേറ്റിംഗ് ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു ട്വിസ്റ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ഹിസ്റ്റോറിക്കലി 2 പാർട്ടിയുള്ളൂ, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. എന്നാൽ വല്ലപ്പോഴും ഒക്കെ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഗ്രീൻ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരാറുണ്ട്. എന്നാൽ അമേരിക്കയുടെ കഴിഞ്ഞ 200 വർഷം 250 വർഷത്തെ ചരിത്രത്തിൽ അത് ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ മുന്നേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് 1992 സീനിയർ ബുഷിന്റെ സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നത്. അന്നത്തെ ഒരു തേർഡ് പാർട്ടി വന്ന് 5-1 വോട്ട് പിടിച്ചു. എന്നാൽ 50 സ്റ്റേറ്റിലെ ഒരു സ്റ്റേറ്റും അവർക്ക് പിടിക്കാൻ പറ്റിയില്ല. പിന്നെ അത് ഇല്ലാതാവുകയാണ് ചെയ്തത്. അതിനുശേഷം 2010 ഒരു ചെറിയൊരു ചലനം ഉണ്ടായിരുന്നു, അതും ഒരിടത്തും എത്തിയില്ല. എന്നാൽ ഇത്തവണ ട്രംപ് മസ്ക് ആ ഒരു റൊമാൻസ് അവസാനിച്ചതിന് ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പരിധികളും വിട്ടുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന പല പ്രതിഭാസങ്ങളും നമ്മൾ കണ്ടു. എന്താണ് ഇവിടുത്തെ ഒരു തർക്ക വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയുടെ ഡെപ്റ്റ് റേഷ്യോ വളരെ കൂടുതലാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ആ ഡെപ്റ്റ് റേഷ്യോ കുറയ്ക്കും എന്നുള്ളതായിരുന്നു ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു ഇലക്ഷന്റെ ഒരു വലിയൊരു വാഗ്ദാനം. അപ്പൊ അതിൽ നിന്ന് ട്രംപ് പുറകോട്ട് പോകുന്നത് മസ്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു തർക്ക വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിയും മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് വേറൊരു തേർഡ് പാർട്ടി ആര് ഉണ്ടാക്കിയാലും അതിന് മാത്രമുള്ള പ്രസക്തി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് വരും കാലങ്ങളിൽ അത് നമുക്ക് തെളിയിക്കാൻ വരും കാലങ്ങളിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് വരത്തുള്ളൂ. എന്നാൽ അമേരിക്കയുടെ ഒരു ഇക്കണോമി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിൽ ഈ ഒരു പാർട്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് മസ്ക് ആയ കാരണം അദ്ദേഹത്തിന്റെ ബ്രെയിനും അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ പൈസയുടെ ബലവും ആ ഇൻഫ്ലുവൻസും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനുള്ള ഇൻഫ്ലുവൻസും ഒക്കെ വെച്ച് കാണുമ്പോഴത്തേക്കും ചെറിയൊരു ത്രെട്ടായിട്ട് രണ്ട് പാർട്ടിയും ഇതിനെ കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജ് പാർട്ടി ആയത് അമേരിക്കയിൽ 50 സ്റ്റേറ്റിലും ഇലക്ഷന് മൊത്തത്തോടെ നിൽക്കാതെ അല്ലെങ്കിൽ 50 സ്റ്റേറ്റിന്റെ മറ്റ് എല്ലാ കോൺഗ്രസിലേക്കും സെനറ്റിലേക്കും ആളെ നിർത്താതെ ഫോക്കസ് ചെയ്തിട്ട് ഒരു 10-15 സീറ്റ്, അതായത് സെനറ്റിൽ 50-100 ഉള്ളത്, ആ 100-നകത്ത് എപ്പോഴും ഇവിടെ സോളിഡ് ബ്ലൂവും സോളിഡ് റെഡും അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ ഫ്ലിപ്പ് സ്റ്റേറ്റുകളുണ്ട്. ആ ഫ്ലിപ്പ് സ്റ്റേറ്റുകളാണ് മിക്കവാറും ഇലക്ഷന്റെ ആ ചൂട് ഓരോ തവണയും വരുന്നത്. അവരാണ് ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരുന്നത് ഏത് ഇലക്ഷൻ ആണെങ്കിലും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു 10 സെനറ്റ് സീറ്റ് അല്ലെങ്കിൽ ഒരു 20-40 കോൺഗ്രസ് സീറ്റ് കൈവശം വെക്കുകയാണെങ്കിൽ ഈ ഒരു പോളിസികളെ ഒരു പരിധിയിലധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസമാണ് മസ്കിനുള്ളത്. അതുകൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ സർവ്വ സോഴ്സും മണി പവറും ഇൻഫ്ലുവൻസും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും ജനപ്രതിയും ഒക്കെ ഈ ഒരു ഘടകത്തിലേക്ക് ഊന്നിക്കൊണ്ട് അല്ലെ ആ ഒരു ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വരും കാലങ്ങളിൽ മസ്ക് ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ്, അമേരിക്കൻ പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടുത്തെ പോളിസികൾ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അധിഷ്ഠിതമായിട്ടാണ് മസ്കിന്റെ ഒരു ബിഹേവിയർ പോകുന്നത്. എന്നാൽ അത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഇവർ രണ്ടുപേരും പലപ്പോഴും അങ്ങോട്ട് മസ്കും ട്രംപുമായിട്ടുള്ള റൊമാൻസുകൾ ഇടയ്ക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വളരെയധികം മൂർച്ഛിച്ചിരുന്നു. അതിനുശേഷം പിന്നെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തു. കാരണം മസ്കിന് ഇപ്പോഴത്തെ ബിഗ് ബ്യൂട്ടിഫുൾ ബജറ്റിനകത്ത് മസ്കിന്റെ കമ്പനിക്കും മസ്കിന്റെ പ്രത്യേകിച്ച് ടെസ്ലയ്ക്കും ഒത്തിരിയധികം ദോഷപരമായ ചില തീരുമാനങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞു. അത് ചിലർ പറയുന്നു ട്രംപും ഈ മസ്കുമായിട്ടുള്ള ഫൈറ്റിന്റെ ഒരു പരിണതഫലമാണ് എന്ന് പറയുന്നു. എന്നാലും മെയിൻ കാര്യം എന്ന് പറയുന്നത് 30 ട്രില്യൺ ഫെഡറൽ ഡെഫിസിറ്റ് അമേരിക്കയുടേത് 35 ട്രില്യൺ ആയിട്ട് കൂടുകയാണ്. അപ്പൊ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ളത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു കോർ മൂല്യമായിരുന്നു, അല്ലെങ്കിൽ കോർ പോളിസി ആയിരുന്നു. അപ്പൊ ആ കോർ പോളിസി വിട്ടിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി വ്യതിചലിക്കുന്നു. ട്രംപ് ഒരു ജനപ്രിയമായ ഒരു ബജറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്റ്റൈലിലേക്ക് പോകുന്നു. അപ്പൊ അതിനോടുള്ള എതിർപ്പിന്റെ ഒരു പ്രതിഭാസമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. കാതലായ ഒരു ഇത് എന്തുമാത്രം കൺസർവേറ്റിസം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഈ ഒരു അമേരിക്കൻ പാർട്ടി എന്നുള്ള ഒരു ഐഡിയയിലേക്ക് മസ്ക് വരുന്നത്.
ശരി, ഇനി എന്താണ് അമേരിക്ക പാർട്ടി അമേരിക്കൻ പൊളിറ്റിക്സിൽ ഉണ്ടാക്കാൻ പോകുന്ന അനക്കങ്ങൾ, എന്തെങ്കിലും അനക്കം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ഡോക്ടർ സജിമോൻ ആന്റണി, ഇത്ര വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. നമുക്ക് മറ്റു